ഞാനിപ്പോൾ ഈ ഗുഹയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഏതായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. കിളിവാതിലുകൾ മാത്രമാണ് ഇത് നമുക്ക് ഇറങ്ങാനുള്ളൊരു വഴി. ഒരു കട്ടിൽ പോലെ ഒന്ന് ഉണ്ടാക്കിയത്. അതൊക്കെ ഇതിൽ ഒരു പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. മഹാശിലായുഗ കാലഘട്ടത്തിലെ You are watching Malabar Safari. 2000 വർഷത്തിലധികം പഴക്കമുള്ള നമ്മളെ മഹാശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യനിർമ്മിതമായ ഒരു ഗുഹയുടെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇത് കാണാനായി നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്തുള്ള കക്കാട് എന്ന സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗുഹ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഖനനം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഗുഹ. ഈ ഗുഹയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കക്കാട് എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ എന്താണെന്നല്ലേ, പുരാതനമായ ഒരു ഗുഹയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ആ ഗുഹ. അപ്പോൾ നമുക്ക് ഈ ഗുഹേൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഇറങ്ങണ ഒരു ഭാഗം. ഈ ഒരു ഭാഗമാണ് അത് കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് മോഡൽ ആണ്. അതിനുള്ള ചെറിയൊരു കിളിവാതിലാണ്. ആ കിളിവാതിൽ കടന്നിട്ട് വേണം കടക്കാൻ. പക്ഷെ ഇവിടെ വെള്ളം ഉള്ളിൽ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പിൻകാലത്ത് കുറച്ച് ഇവിടെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതായാലും അതിനുള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കുക. ഇങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങേണ്ടത്. ഇറങ്ങിയാലുള്ള അവസ്ഥ, സമയം തെറ്റി കുളിച്ചത് കാരണം ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ശബ്ദ വ്യത്യാസം ഈ വീഡിയോയിലുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുക. ഹായ്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗുഹൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാശിലായുഗ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി എന്നാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കട്ടിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മീറ്ററും 16 സെൻറ്റിമീറ്റർ അതിൻ്റെ ഒരു നീളം. വീതി പറഞ്ഞാൽ ഒരു 40 സെൻറ്റി അതിൻ്റെ വീതി. ഹൈറ്റ് പറഞ്ഞൊരു 24 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ട് ഈ ഒരു കട്ടിൽ. ഇതിൻ്റെ നിർമ്മാണ രീതി പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം കണ്ടെത്തിയിട്ട് അവൻ്റെ ഒരു പാറ കണ്ടെത്തുകയും അതിൻ്റെ ചതുരത്തിൽ ഒരു ഭാഗം ആദ്യം നിർമ്മിച്ചിട്ട് അതിൻ്റെ ഒത്ത സെൻട്രലായിട്ട് താഴേക്ക് ഒരു ദ്വാരമാണ് ആദ്യം നിർമ്മിക്കുക. അതിന് ശേഷം പിന്നെ അതിങ്ങനെ കൊത്തി ഈ കാണുന്ന രൂപത്തിൽ ഒരു കുടത്തിൻ്റെ രൂപത്തിലേക്ക്, മകുടം കമത്തി വെച്ച പോലെ ഉള്ള ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ഇത് പിന്നീട് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇതുണ്ടല്ലേ, കിണർ വെക്കണ പോലൊക്കെ ഒരു പടമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. പിന്നീട് ഇത് ആയതിനു ശേഷമാണ് പിന്നീട് ഈ ഒരു ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ചെറിയ കിളിവാതിലുകളും സ്റ്റെപ്പുകളും ഒക്കെ നിർമ്മിക്കുന്നത് പിന്നീടാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റേ കോഴിക്കോട് ജില്ലയിൽ നമ്മളൊരു കുറച്ച് മുമ്പ് നമ്മളൊരു ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഗുഹയിലും ഇത്തരം ഒരു ബെഡ്, സ്റ്റോൺ ബെഡ് നമുക്ക് അതിലും കാണാൻ കഴിയും. ഇതിന് സ്റ്റോൺ ബെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ഗുഹയിലും ഇത്ര 2 അറകളും 2 ബെഡുകളും ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഒറ്റ ബെഡാണ് ഉള്ളൂ. ഇത് പ്രാദേശികമായി ഇതിന് മുനിയറ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഹൈറ്റ് ഒക്കെ എന്താ പറയുക, അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. ഒരാളിങ്ങനെ നിന്നാൽ ഇതിൻ്റെ മേലേക്ക് തൊടാൻ. ഞാനിപ്പോൾ ഒരു 6 അടിയാണ് ഉള്ളത്, ഇത് കണ്ടില്ല. ഞാനിപ്പോൾ ഒരാൾക്ക് ഇതിൻ്റെ മുകൾ വശത്തേക്ക് ഇങ്ങനെ തൊടാം. ഏകദേശം ഒരു 6 അടി ഹൈറ്റാണ് വരുന്നത്. അടിഭാഗം വീതി കൂടുതലായിട്ട് പിന്നെ ഇങ്ങനെ വീതി കുറഞ്ഞ് വരികയാണ്. ഒരു എന്താ പറയുക, വെയിലടിച്ചിട്ട് വീഡിയോസ് ക്ലിയർ അല്ല ആണ് ഇതിൻ്റെ ഒരു രീതി.
പിന്നെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഒരു വ്യത്യസ്തമായ രീതിയാണ് ഈ ഒരു ഗുഹയ്ക്ക് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരു നവീകരിച്ച ഒരു രീതിയാണ് ഈ ഒരു ഗുഹയ്ക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിൽ കാണേണ്ടത്. എന്താ വെച്ചാൽ ആ കവാടത്തിൻ്റെ അവിടെ ചെറിയൊരു ഗോപുര, ഒരു മിനാരം പോലെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് പ്രത്യേക രീതിയിലാണ്. കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ ഒരു നവീകരിച്ച ഒരു ഗുഹ കൂടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ചരിത്രകാരന്മാർ പറയുന്നത് മഹാശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ശവക്കല്ലറകളാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. മരിച്ചവരെ ഓർക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ശരീരങ്ങൾ ഉള്ളിൽ വെച്ച് മൂടപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മഹാശിലായുഗ കാലഘട്ടത്തിൽ പല രീതിയിലാണ് ചെങ്കല്ല് തുരന്നിട്ടുള്ള, കേരളത്തിൽ അധികം കണ്ടുപിടില്ല ചെങ്കല്ല് തുരന്നിട്ടുള്ള ഗുഹകളാണ് കണ്ടിട്ടുള്ളത്. ഇത് മരണാനന്തര ശേഷക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഓർമ്മകൾ, പഴയ ആൾക്കാരെ ഓർമ്മിക്കാനും ഇപ്പോൾ നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ ഓർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മൂടുന്ന സമയത്ത് വലിയ മൺപാത്രങ്ങളും ആഭരണങ്ങളും മറ്റു അനുബന്ധ വസ്തുക്കളും വെച്ചാണ് ഈ മൂടപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മരണാനന്തര ജീവിതം ഉണ്ടെന്ന് അന്നത്തെ കാലത്തെ ആൾക്കാരിനെ അവർക്ക് തന്നെ അതൊരു അറിയാമായിരുന്നു. അങ്ങനത്തെ ഒരു വിശ്വാസത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഇത് മൃതദേഹങ്ങൾ അറക്കുള്ളിൽ വെച്ച് മൂടപ്പെടുകയും അതിൻ്റെ കൂടെ തന്നെ മൺപാത്രങ്ങൾ, പല രീതിയിലുള്ള പാത്രങ്ങൾ, അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വെച്ച് മൂടപ്പെടുന്ന ഒരു രീതി എന്താണ് മഹാശിലായുഗ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് മരണാനന്തര ജീവിതം ഉണ്ടായിരുന്നു എന്ന് അക്കാലത്തുള്ള ആൾക്കാരെ വിശ്വസിച്ചു പോന്നിരുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു തെളിവായിട്ടാണ് ഇത് നമ്മൾ ഇതിനെ കാണേണ്ടത്. പഴയ കാലത്ത് ഒരു രീതികൾ എന്ന് പറഞ്ഞാൽ ഈ കുടക്കല്ലുകൾ, അതായത് നന്നങ്ങാടിയിലൊക്കെ ആക്കിങ്ങാണ്ട് അതിൻ്റെ മൃത ശരീരങ്ങൾ നന്നങ്ങാടിയിലാക്കിയിട്ട് അത് അതിൻ്റെ മേലെ 3 കല്ലുകൾ നാട്ടി അതിൻ്റെ മേലെ ഒരു കുട രൂപത്തിലുള്ള ഒരു കല്ലും കൂടി ഇതൊക്കെ നാട്ടി, അങ്ങനത്തെ ഒരു രീതിയും കൂടി ഉണ്ട്. അത് കുടക്കല്ല് എന്ന് പറയും. നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു രീതിയും കൂടി നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരം രീതികളൊക്കെയാണ് മുമ്പ് കാലത്ത് ചെയ്തു പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ ഒരു ഗുഹ. വളരെ എന്താ പറയുക, ഒരു കുടം രൂപത്തിൽ ഉള്ളിലേക്ക് ഒരു കുടത്തിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഗുഹ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ഇരിപ്പിടം മോഡൽ, ഒരു പലക രൂപത്തിൽ, ഇത് വേറെ എന്തെങ്കിലും അതിനെ പൊട്ടിപ്പോയതാണോ അറിയില്ല, അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെന്തെങ്കിലും ഇരിക്കാനുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഏതായാലും നമ്മുടെ ഈജിപ്തിലൊക്കെ ഇതേപോലെ പിരമിഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ല? അതിൻ്റെ അകത്തും ഇങ്ങനത്തെ രീതിയിൽ പാത്രങ്ങളൊക്കെ വെച്ച് ശവശരീരങ്ങൾ വെച്ച് മൂടപ്പെടുന്ന, രാജാക്കന്മാരൊക്കെ മൂടപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു കേരള ഒരു വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈജിപ്തിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഇത്തരം ഒരു രീതി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു ഗുഹ. ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ആയുധങ്ങളോ മറ്റോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്രയും ഫിനിഷിങ്ങോട് കൂടി ഈ ഒരു ഗുഹയുടെ നിർമ്മാണം അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. അത്രക്കും നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ഒരു വലിയൊരു ആശ്ചര്യം തോന്നും നമുക്കൊക്കെ. ഈ കിളിവാതിലുകളും സ്റ്റെപ്പുകളും ആയാലും എല്ലാം നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏതായാലും ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കും ഈ ഒരു രൂപത്തിലേക്ക് ഇത് മാറ്റപ്പെട്ടിട്ടുണ്ടാവുക. അന്നത്തെ ജനങ്ങൾ ഇത്തരം നിർമ്മിതികൾ നശിപ്പിക്കപ്പെടാതെ നമ്മൾ വരും തലമുറക്ക് ഇതൊക്കെ പഠന വിധേയമാക്കാൻ ഒരുക്കി കൊടുക്കേണ്ട ഒരു ചുമതല കൂടി നമുക്കുണ്ട് എന്ന് ഓർക്കണം. ഏതായാലും ഇത് ഒരു സംരക്ഷിത മേഖലയാണ്. ഇവിടെ വന്നാണ്ട് അലമ്പൊളിച്ചാനൊന്നും പറ്റൂല. അതൊക്കെ ആദ്യമേ പറഞ്ഞുതരാം. 1 ലക്ഷം രൂപ വരെ പിഴ ഒക്കെ ആണ്. 2 വർഷം വരെ തടവോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ഇവിടെ നിന്നാണ് നശിപ്പിക്കാനോ രൂപമാറ്റം വരുത്താനോ ഒന്നും പറ്റൂല. അതൊക്കെ ആദ്യം തന്നെ ഉൾക്കൊണ്ടിക്കാണ്ട് വരിക, കാണാൻ പോവുക എന്നുള്ള രീതിയിലല്ലാതെ ഇവിടെ നിലം വിളിക്കാൻ ആരും നിൽക്കരുത്. ഇവിടെ വന്നാൽ തന്നെ വേസ്റ്റുകളൊന്നും ഇവിടെ എഴുതാനൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിൽ കൊണ്ടുപോയിടാം.
ഇത്രയൊക്കെയാണ് ഈ ഗുഹയുടെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് കയറി നോക്കാം. ആ ദൂരത്തിൽ കൂടെ വളരെ ബുദ്ധിമുട്ടി ഞെരുങ്ങി വേണം ഇതിന്റെ മുകളിലേക്ക് കയറാൻ. ഇത് കാണുമ്പോൾ തോന്നുന്നു ഈസിയാണെന്ന്, പക്ഷെ അതിനുള്ളിൽ നമ്മൾ കയറി നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറുന്നത്. ഞാൻ തന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ഈസിയായി കയറാൻ തന്നെ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി. മുകളിലെ ആ ദൂരത്തിൽ കൂടി ഉള്ളിലേക്ക് ഉള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ മുകളിൽ ദ്വാരം ഇടുന്നത് ഒരു പക്ഷേ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ ഇത് തുറന്ന് അതിനുള്ളിൽ എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ മുകളിൽ ഒരു ദ്വാരം വെക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ഒരു നിർമ്മിതി കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പ് മഹാശിലായുഗ ആ കാലഘട്ടത്തിൽ വരെ ഇത്തരം കൽപ്പണികളിലൊക്കെ വൈവിധ്യം ഉള്ള ആളുകൾ അന്ന് ജീവിച്ചിരുന്നു എന്ന് ആണ് നമ്മൾ ഈ ഒരു നിർമ്മിതി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ മതപരമായ ആചാരങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കിക്കാണുന്നത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സ്ഥലം ഏറ്റെടുത്ത് വളരെ വൃത്തിയിൽ തന്നെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഇവിടെ വേസ്റ്റുകളൊക്കെ ഇടാനുള്ള ഒരു ഡസ്റ്റ്ബിന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇരിപ്പിടം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റുമതിൽ കെട്ടി കമ്പിവേലി കെട്ടി നശിപ്പിക്കപ്പെടാതെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഈ ഒരു പലകത്തിൽ അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡെമോ 3 ഭാഷകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ടൈം ഇത് ഓപ്പൺ ആണ്. അത് ഈ ഒരു നടപ്പാതൊക്കെ വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഗൂഗിൾ മാപ്പിൽ കക്കാട് റോക്ക് കട്ട് കേരള എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ലൊക്കേഷൻ വരുന്നതാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലടുത്ത് കൂര്യാട് കക്കാട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതല്ല ഇത് തൃശ്ശൂർ ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്തുള്ള ഒരു കക്കാട് എന്ന സ്ഥലമാണ്. ആരും തെറ്റിദ്ധരിച്ച് അങ്ങോട്ടേക്ക് പോകണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഗുഹയുടെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. You are watching Malabar Safari.